ഹലോ സുഹൃത്തുക്കളെ, കേരള ലോട്ടറി ടെക്നിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനീ വരുന്ന 23-ാം തീയതി നറുക്കെടുക്കുന്ന അക്ഷയ ലോട്ടറിയുടെ വീഡിയോയാണ് ഈ ചെയ്തിരിക്കുന്നത്. അതിൽ 18ഓളം നമ്പറുകളിൽ ഞാൻ ഇതുപോലെ റെഡ് മഷിയിൽ, അതായത് ചുവപ്പ് മഷിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ചുവപ്പ് മഷിയിൽ മാർക്ക് ചെയ്തേക്കുന്ന നമ്പറുകളാണ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടേക്കുന്നത്. അതായത് 0095, 04, 56 ഇങ്ങനെ 18ഓളം നമ്പറുകളാണ് ഞാൻ ഈ ബ്ലോക്കുകളിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് എന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ടും രണ്ട് സൈഡിലും നമ്പർ എഴുതിയിട്ടിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പറുകളിൽ നിന്ന് ഒരക്കം മാറിയാണ് മറ്റൊരു 5000 രൂപ പ്രൈസായിട്ട് വരുന്നത് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെയാണ് ഇത് കറക്റ്റായിട്ട് അടിക്കുന്നതും. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരാം, അത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഇപ്പം ഞാനിപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലെ മുകൾ ഭാഗത്ത് 2090 എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 2090, ആ 2090 ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ, 907 സെൻട്രൽ കിടക്കുന്ന 907 90 20 എന്ന് നിൽക്കുന്നത്, സമചതുരത്തിൽ നിൽക്കുന്നത്, അതാണ് ഞാൻ 2090 ഇട്ടേക്കുന്നത്. അങ്ങനെ 2090 ഇടാൻ കാരണം 0095 റൈറ്റ് സൈഡിൽ 0095 അടിച്ചേക്കുന്ന ഒരു 5000 രൂപ പ്രൈസാണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരക്കം മാറുകയാണെങ്കിൽ 5 മാറി അവിടെ 2 കയറിയാൽ 2090 അത് തലതിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ വരാം. ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. രണ്ടാമത് 4406 എന്ന് ഞാനൊരു നമ്പർ കുറിച്ചിട്ടുണ്ട്. അത് കുറിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 907 നേരെ താഴോട്ട് നിൽക്കുന്ന 4406, അത് 0456 ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന നമ്പറിലുണ്ട്. കണ്ടോ, 0095 അടിയിൽ 0456 നിൽക്കുന്നുണ്ടോ, അതിൻ്റെ 5 മാറ്റിയിട്ട് 4406 എന്ന് താഴോട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ 3 അക്കത്തിൻ്റെ കൂടെ കീറിയേക്കുന്നത് ഒരു 4 കൂടെയാണ് കീറിയേക്കുന്നത്. ഓക്കെ, മൂന്നാമത് നമ്മൾ എഴുതിയേക്കുന്നത് 7045 ഉണ്ടോ. 7045 എഴുതാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7404 അടിച്ചിട്ടുണ്ട് കണ്ടോ, ഏറ്റവും താഴെവശത്ത് കണ്ടോ, റൈറ്റ് സൈഡിൽ നോക്കുക, 7404 അടിച്ചിട്ടുണ്ട്. അപ്പോൾ 704ൻ്റെ കൂടെ ഒരു ജോഡി നിൽക്കുന്നത് 5 നിൽക്കുന്നത്. അങ്ങനെയാണ് ഞാൻ 7045 എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 11ഓളം നമ്പറുകൾ ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. 11ഓളം നമ്പറുകൾ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഈ 9907 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന റൈറ്റ് സൈഡിൽ നിൽക്കുന്ന നമ്പറുകളിൽ നിന്ന് 3 അക്കത്തിൽ നിന്ന് 4 അക്കത്തിലോട്ട് മാറിയ നമ്പറുകളാണ് ഞാൻ ഈ 11ഓളം അക്കങ്ങൾ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബ്ലോക്ക് ഇട്ടേക്കുന്നത് 18ഓളം ബ്ലോക്കുകളാണ് ഇട്ടേക്കുന്നത്. 18ഓളം ബ്ലോക്കുകളിൽ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് നമ്പറുകൾ വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും തട്ടയിൽ, അതായത് ലോട്ടറി തട്ടയിൽ അടിക്കുന്ന തട്ടയിൽ ബ്ലോക്കുകൾ നിങ്ങൾ കുറിച്ചെടുക്കുക. അതായത് ഒരു 4 കടയിലെ ആണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് അടിക്കുമെന്ന് തോന്നലുള്ള കടകളിലെ 4 ബ്ലോക്ക് ഏതൊക്കെ നമ്പറാണ് അവിടെ കിടക്കുന്നതെന്ന് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുക. ടാർഗറ്റ് ചെയ്തിട്ട് ആ നമ്പർ എഴുതിയെടുത്തിട്ട് ഈ 18 നമ്പർ ഞാൻ ബ്ലോക്ക് മാർക്ക് ചെയ്തേക്കുന്നത് ഇതുപോലെ തന്നെ വെച്ച് നോക്കി കഴിയുമ്പോൾ, അതായത് ഞാൻ ഫസ്റ്റിലത്തെ ബ്ലോക്കിൽ വലത്ത് സൈഡിൽ മാർക്ക് ചെയ്തേക്കുന്ന 4 അക്ക നമ്പറിൽ 3 അക്ക നമ്പർ മാറി ഞാൻ ലെഫ്റ്റ് സൈഡിൽ മാർക്ക് ചെയ്ത പോലെ നിൽപ്പുണ്ടെങ്കിൽ ആ നമ്പറുകളായിരിക്കും കറക്റ്റായിട്ട് ആ തട്ടയിൽ അടിക്കുന്നത്. ഓക്കെ, പറഞ്ഞത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്ത് കാണുക. അതായത് ഞാൻ റൈറ്റ് സൈഡിലെ റിസൾട്ടിൽ 18ഓളം നമ്പറുകൾ കുറിച്ചേക്കുന്ന ആ നമ്പറുകളിൽ നിന്ന് 3 അക്കം എടുത്തിട്ട് വേറൊക്കം കൂടെ കൂട്ടിയാണ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഇട്ടേക്കുന്നത്.
അതായത് ഫസ്റ്റിലത്തെ ബ്ലോക്കിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ ആ മാർക്ക് ചെയ്തിട്ടേക്കുന്ന 11ഓളം നമ്പറുകൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഇത് പ്രൈസ് പിടിക്കുന്നത്. അപ്പം ഇത്രയും നമ്പറുകൾ നിങ്ങൾ പോയി പിടിക്കില്ലേ. അതായത് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏത് ഒരു കടകളിൽ നിന്നാണ് പ്രൈസുകൾ വീഴുന്ന, സാധാരണ പ്രൈസുകൾ വീഴുന്ന കടകളുണ്ട്. അവിടെ ഒരു 4 കട ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ ഏതൊക്കെ ബ്ലോക്കാണ് കിടക്കുന്നതെന്ന് നിങ്ങളും ഫസ്റ്റിലെ കുറിച്ച് എടുക്കുക. ഇപ്പം 45ൻ്റെ ബ്ലോക്കാണോ, 45-50ൻ്റെ ബ്ലോക്കാണോ, 45-51ൻ്റെ ബ്ലോക്കാണോ, ആ ബ്ലോക്ക് കുറിച്ചിട്ടിട്ട് നിങ്ങൾ ഈ 18ഓളം നമ്പറിൻ്റെ അകത്ത് 18ഓളം ഞാൻ ബ്ലോക്ക് മാർക്ക് ചെയ്തേക്കുന്ന നമ്പരെ ആ കിടക്കുന്ന നമ്പർ സമചതുരത്തിലോ ആകൃതിയിലോ സ്ട്രെയിറ്റ് ആയിട്ട് 4 കളത്തിലോ കിടപ്പുണ്ടെങ്കിൽ കറക്റ്റായിട്ടും അതായിരിക്കും പ്രൈസ് വീഴുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലായിരുന്നില്ലെങ്കിൽ ഒന്നുകൂടെ വീഡിയോ കേൾക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.